മക്കളെ പോകാം വീഡിയോയിലേക്ക്. ഇത് വയനാട് യാത്രയിലുള്ള ഒരു അനുഭവമാണ്. നമ്മളെല്ലാവരും കേട്ടിട്ടുണ്ട് കല്ലുമ്മക്കായ, അതുപോലെ തന്നെ കൂന്തൽ നിറച്ചതൊക്കെ കേട്ടിട്ടുണ്ട്. അപ്പോൾ അതിൽ ആദ്യമായിട്ട് ഞാൻ കല്ലുമ്മക്കായ കഴിച്ച അനുഭവമാണ്. പക്ഷേ എനിക്കിതിൽ ടേസ്റ്റ് ഇഷ്ടപ്പെട്ടില്ല. പക്ഷേ ഇഷ്ടപ്പെട്ട് കഴിക്കുന്ന ഒരുപാട് ആൾക്കാരുണ്ട്. അതായത് നമ്മുടെ കിഴങ്ങ് പോലത്തെ ഉരുളൻകിഴങ്ങ് എന്തോ അതുപോലത്തെ ഒരു സാധനം വെച്ചിട്ട് ഒരു ബോൾ പോലെ ഉണ്ടാക്കും. അതിൻ്റെ മുകളിലാണ് നമ്മുടെ ഈ പറയുന്ന കല്ലുമ്മക്കായ ഫില്ല് ചെയ്യുന്നത്. അത് വെച്ചിട്ട് മസാല പുരട്ടിയിട്ട് തവ ഫ്രൈ പോലെ ഫ്രൈ ചെയ്യാണ് ചെയ്യുന്നത്. ഭയങ്കര ആൾക്കാരാണ് ഇത് വാങ്ങാനായിട്ട്. പക്ഷേ ഇത് എന്തോ എനിക്കിഷ്ടപ്പെട്ടില്ല. കാരണം മീനിൻ്റെ ഒരു ചെറിയ കുത്തലുണ്ടായിരുന്നു. കാരണം നമ്മൾ സ്ഥിരമായിട്ട് കഴിച്ചിട്ടില്ല, ആദ്യമായിട്ടാണ് കഴിക്കുന്നത്. അതുകൊണ്ടായിരിക്കാം നമ്മുടെ കൂടെ വന്ന ആൾക്കാരെല്ലാം വാങ്ങിച്ച് കഴിക്കുകയുണ്ടായി. സത്യം പറഞ്ഞാൽ ഒരു ചെറിയ കടയാണ്. പക്ഷേ ഇവിടെ കണ്ട് ഒരു ബോക്സോളം, ഒരു ബോക്സ് നമ്മുടെ മീനിൻ്റെ ബോക്സ് അറിയാമല്ലോ, ഒരു ബോക്സോളം മീൻ ബോക്സിലുള്ള കക്ക ഇവിടെ അവർ ക്ലീൻ ചെയ്ത് അതിൻ്റെ ഇറച്ചി മാംസം ഇതിൽ ഫില്ല് ചെയ്ത് സെയിൽ ചെയ്യുന്നുണ്ട്. ഇഷ്ടം പോലെ കടിയും, ഏതാണ്ട് ചായയും കടിയും മാത്രമേ ഇവിടെ ഉള്ളൂ പ്രധാനമായിട്ട്. ഇത് കഴിക്കാനായിട്ട് ദൂരെ നിന്ന് വരെ ആൾക്കാർ വന്ന് കഴിക്കുകയാണ്. പ്രവാസി തട്ടുകട എന്നാണ് കടയുടെ പേര്. അതുകൊണ്ട് മിതമായ നിരക്കിൽ എല്ലാ സാധനവും കൊടുക്കുമെന്ന് എഴുതിച്ചിട്ടുണ്ട്. ചെറിയ പൊറോട്ട കാര്യങ്ങളുണ്ട്. എന്നാലും അതല്ല ഇവിടുത്തെ സെയിൽ. ഇവിടുത്തെ മെയിൻ സെയിൽ എന്ന് പറയുന്നത് കല്ലുമ്മക്കായയാണ്. അതിങ്ങനെ സത്യം പറഞ്ഞാൽ ചെറിയൊരു പാനിലാണ് ഫ്രൈ ചെയ്യുന്നത്. അപ്പോൾ ഉള്ളത് ഇങ്ങനെ കുറേശ്ശെ ഫ്രൈ ആയി കൊടുത്തുകൊണ്ടേയിരിക്കുകയാണ്. അതോടൊപ്പം തന്നെ പഴംപൊരിയുണ്ട്. കടികൾ, നമ്മൾ ഏറ്റവും കൂടുതൽ കടികൾ ഇഷ്ടപ്പെടുന്നത് വയനാട്, കാസർഗോഡ്, കോഴിക്കോട് യാത്രകളിലാണ്. ഇഷ്ടം പോലെ നമ്മുടെ നാട്ടിൽ കൂടിപ്പോയ ഉഴുന്നുവട, ഉള്ളിവട, ഗുണ്ട്, മോദകം അങ്ങനത്തെ ഉള്ളൂ. പക്ഷേ ഇവിടെ ഈ യാത്രയിൽ നമുക്ക് ഇഷ്ടം പോലെ വ്യത്യസ്തമായിട്ടുള്ള ആഹാരങ്ങൾ കാണാൻ കഴിയും. കാസർഗോഡ്, മെയിനായിട്ട് കോഴിക്കോട്, വയനാടുകളിൽ ഇഷ്ടം പോലെ നമുക്ക് ചെറുകടികൾ കാണാൻ പറ്റും. അപ്പം നമ്മൾ ഈ യാത്ര കണ്ട വിശേഷങ്ങളാണിത്. അതുകൊണ്ട് ഈ അണ്ണനാണ് നമ്മുടെ ഇവിടുത്തെ പാചകക്കാരൻ, മെയിൻ പാചകക്കാരൻ ഉണ്ട്. അതുപോലെ തന്നെ അണ്ണനും ഇതുപോലെ മെയിൻ പാചകക്കാരനാണ്. ഏതാണ്ട് 2 പേരാണ് മാറി നിന്ന് ഇവിടെ പാചകം ചെയ്യുക. കണ്ട നല്ല മൊരിഞ്ഞ് ക്രിസ്പി ആയിട്ട സാധനം വരുന്നത്. മസാലകൾ കാണുന്നുണ്ടോ? നമ്മുടെ ഷവായി ഇല്ലേ, അതിൻ്റെ മസാല പോലെ ഇരിക്കുക. പക്ഷേ ഒരു വ്യത്യസ്തമായ അനുഭവമാണ്. കഴിക്കുന്ന ഒരുപാട് നമ്മുടെ കൂട്ടത്തിൽ നിന്ന് ആൾക്കാർക്കെല്ലാം ഒരുപാട് ഇഷ്ടപ്പെട്ടു. കാരണം നമ്മളൊക്കെ ടി വിയിലും അല്ലെങ്കിൽ ഈ ഇൻസ്റ്റഗ്രാം റീൽസിലൊക്കെയാണ് കൂടുതലും കാണുന്നത്. കല്ലുമ്മക്കായ അല്ലെങ്കിൽ കൂന്തൽ നിറച്ചത്, അങ്ങനെ പലതരത്തിലുള്ള കടികൾ, പഴം നിറച്ചതൊക്കെ. നമ്മുടെ നാട്ടിൽ പഴം നിറച്ച ഉണ്ടെങ്കിൽ തന്നെയും ആ ഒരു രീതിയിലല്ല നമുക്ക് കിട്ടുന്നത്. ഇവിടെയൊക്കെ പഴം നിറച്ചതെന്ന് പറഞ്ഞാൽ അത്രയും ഫില്ലിംഗ് ഉണ്ട് ആ പഴം നിറച്ചതിനകത്ത് തന്നെ. അപ്പോൾ അണ്ണൻ നമ്മളെ കാണിച്ചു തരാണ്. നമ്മൾ എവിടുന്നാണ് തിരക്കാണ്. നമ്മൾ പറഞ്ഞു കൊല്ലത്തുനിന്നാണ് വന്നത്. അപ്പം അവർ ഇത്രയും ദൂരം എന്തിനാണ് വന്നതെന്നൊക്കെ ചോദിച്ചു. അപ്പോൾ നമ്മുടെ യാത്രയിൽ കണ്ട ഏറ്റവും സുന്ദരമായിട്ടൊരു അനുഭവമാണിത്. അപ്പോൾ നിങ്ങളാരും ഇനി കല്ലുമ്മക്കായ കണ്ടിട്ടില്ലാത്തവർ, കല്ലുമ്മക്കായ കഴിച്ചിട്ടുള്ള ഒരുപാട് പേരുണ്ടാവും. കല്ലുമ്മക്കായ കഴിച്ചിട്ടില്ലാത്തവർക്ക് വേണ്ടി മാത്രമുള്ളൊരു വീഡിയോ ആണിത്. അപ്പം നമ്മളെ ഇനി ഈ യാത്രയിൽ തന്നെ കുറച്ചും കൂടി വിശേഷങ്ങൾ ആഡ് ചെയ്യാനുണ്ട്. അപ്പോൾ കുറച്ച് സ്റ്റെപ്പായിട്ട് നമ്മുടെ ഈ വ്ളോഗ്സിനകത്തിൽ കുറേശ്ശെ ആഡ് ചെയ്യുന്നതായിരിക്കും. പരിമിതികളുണ്ട്. നമ്മുടെ ജോലി സംബന്ധമായ യാത്ര കിട്ടുന്ന ചെറിയ സംഭവങ്ങളാണിത് നമ്മൾ ആഡ് ചെയ്ത് കൊടുക്കുന്നത്. കാരണം നമ്മൾ കയറുന്ന അല്ലെങ്കിൽ ആഹാരം കഴിക്കാൻ കയറുന്ന കടകളിൽ കിട്ടുന്ന വ്യത്യസ്തമായ അനുഭവങ്ങൾ നമ്മുടെ ചാനലിൽ കൂടെ നമ്മളിങ്ങനെ നമ്മുടെ